മുംബൈയിൽ ടാക്സി തട്ടിപ്പിനിരയായി നടി ലാലിയും മകളും നടിയുമായ അനാർക്കലി മരക്കാരും കൺകെട്ട് വിദ്യയിലൂടെ ഇവരുടെ 1200 രൂപയാണ് ടാക്സിക്കാരൻ തട്ടിയെടുത്തത്. തട്ടിപ്പാണെന്ന് തിരിച്ചറിയുമ്പോഴേക്കും അവർ തങ്ങളെ മറ്റൊരു വാഹനത്തിൽ കയറ്റിവിട്ടു എന്നും ലാലി പറയുന്നു. സൈഫുനിസ അലിയാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ിരിക്കുന്ന എല്ലാവരുടെയും ഒരു ശ്രദ്ധയ്ക്കാണ് ഒരു തട്ടിപ്പ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചു വേണം അവിടെ ചെന്ന് ഇറങ്ങാനും ടാക്സി പിടിക്കാനും ഒക്കെ. നടി ലാലി പിയവും ഒപ്പം തന്നെ മകൾ അനാർക്കലി മരക്കാറും ഈ അടുത്ത് മുംബൈയിലേക്ക് പോയിരുന്നു. അവിടെ ചെന്നപ്പോൾ അവരൊരു തട്ടിപ്പിന് ഇരയായിരുന്നു. ലോണവാലയിൽ നിന്ന് മുംബൈയിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ദാദർ സ്റ്റേഷനിൽ ഇറങ്ങുവാണെങ്കിൽ ഞങ്ങൾക്ക് ബാന്ദ്രയിലേക്ക് പോകാൻ അവിടെയായിരുന്നു റൂം ബുക്ക് ചെയ്തിരുന്നത്. ഒരാൾ നമ്മുടെ അടുത്തേക്ക് വന്നു. പുള്ളി നമുക്ക് ഭയങ്കര പ്ലീസിങ് ആയിട്ടുള്ള ഒരാളായിരുന്നു. നമ്മൾ പെട്ടെന്ന് നമ്മുടെ കണ്ണിൽ ഉടക്കുന്നത് അയാളാണ്. എന്താ പറയുക, ലഗേജൊക്കെ പുള്ളി തന്നെ എടുത്ത് ബാക്കിൽ വെച്ചു. അങ്ങനെ കയറി കഴിഞ്ഞ് പെട്ടെന്ന് വേറൊരാൾ വന്ന് കയറും. അപ്പോൾ അയാളാണ് ഡ്രൈവർ. കയറി കഴിഞ്ഞിട്ട് എവിടെ പോകേണ്ടതെന്ന് വഴി പറഞ്ഞു കൊടുത്തു, ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തു. പെട്ടെന്ന് പുള്ളി ഒരു 200-ൻ്റെ 7 നോട്ട്, അതൊക്കെ ഹിന്ദിയിലാണ് പറയുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് കൺഫ്യൂഷൻ, 200 × 7 എത്ര, പെട്ടെന്ന് നമുക്കൊരു കൺഫ്യൂഷൻ വരുമല്ലോ. പിന്നെ 200 നോട്ടുണ്ട്. അപ്പോൾ 1400 രൂപ, ബാക്കി 100 രൂപ ടാക്സി ഫെയറിൽ അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ പറഞ്ഞു. അപ്പം 200 ആദ്യം തന്നു. അപ്പോഴും നമുക്കൊരു പൊതുവേ ഒരു കൺഫ്യൂഷൻ എപ്പോഴും ഉണ്ടാവുന്നുണ്ട്, ഇത് കള്ളനോട്ടായിരിക്കും എന്നൊരു കൺഫ്യൂഷൻ. അപ്പോൾ ഞാൻ കള്ളനോട്ടാണോ നോക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ അനാർക്കലി കാശെടുത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അയാൾ പിന്നെ മറ്റേ ആൾ ലക്ഷ്മിയോട് വേറെന്തോ പറഞ്ഞു. ഞങ്ങൾ 3 പേരും 3 ഇതിലായിപ്പോയി, എൻഗേജ്മെൻറ്റ്സ് 3 ആയിപ്പോയി. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ബ്ലൂ ലൈറ്റ് ഉണ്ട്. എനിക്ക് ബ്ലൂ ലൈറ്റിന് എന്തെങ്കിലും പ്രത്യേകം ഉണ്ടെന്നൊന്നും അറിയില്ല. മോൾ പൈസ എടുത്ത് കൊടുത്ത സെക്കൻഡിൽ തന്നെ പുള്ളി പറയുന്നുണ്ട് ഇത് 100 രൂപയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവളൊന്ന് അയ്യോ എനിക്ക് അബദ്ധം പറ്റുക എന്ന് പറഞ്ഞാൽ അവൾ അടുത്ത നോട്ട് എടുക്കാൻ തുടങ്ങുമ്പോൾ നോട്ട് ഇല്ല അതിൻ്റെ അകത്ത്. അപ്പോൾ അവൾക്ക് ഇല്ല, എൻ്റെ ഉണ്ടായിരുന്നല്ലോ 1500 എൻ്റെ ഉണ്ടായിരുന്നു, പിന്നെ കുറേ ചില്ലറ ഉണ്ടായിരുന്നാണല്ലോ. പെട്ടെന്ന് നമുക്ക് അങ്ങനെ ആയിരിക്കും തോന്നുന്നത്. ഇത് കൺഫ്യൂഷനാകും. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഇല്ല ഞാൻ 500 ആണെന്ന് തന്നതെന്ന് പറയാൻ മാത്രമുള്ള ആ ഒരു ഇത് നമുക്കപ്പോൾ ഉണ്ടാവില്ല. നമുക്ക് കൊടുക്കാൻ വേറെ പൈസ ഇല്ല എന്ന് പറഞ്ഞു തീർന്ന് ഞങ്ങൾക്കൊരു കൺഫ്യൂഷൻ. ഇല്ല ഉമ്മ എൻ്റെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന സമയം കൊണ്ട് തന്നെ അയാൾ പോകുന്നില്ല എന്നും പറഞ്ഞ് പുള്ളി ഇറങ്ങിപ്പോയി. പക്ഷേ നമ്മൾ ആദ്യം സമീപിച്ച ആ മനുഷ്യൻ അപ്പോഴും നമ്മളോട് വളരെ സ്നേഹത്തോടു കൂടി തന്നെ വേറെ ഇതിൽ കയറ്റിവിടാം എന്ന് പറയുകയും അയാൾ തന്നെ ബാഗ് എടുത്തുകൊണ്ട് കയറ്റിവിടുകയും ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് പിന്നെ ഒന്ന് തിങ്ക് ചെയ്യാനുള്ള ഒരു ടൈം തരുന്നതിന് മുന്നേ നമ്മൾ അടുത്ത വണ്ടിയിൽ കയറ്റി പാക്ക് ചെയ്തു. ഇപ്പോൾ ഞങ്ങൾ ബ്ലൂ ലൈറ്റ് ഒരു തട്ടിപ്പായിരിക്കും അല്ലേ? ഇവർക്ക് കയ്യിൽ പൈസ പെട്ടെന്ന് മാറ്റാനുള്ള ഒരു ഇതായിരിക്കണം. അത് പിന്നീട് FBയിൽ അത് ഇട്ടതിന് ശേഷം ഓരോരുത്തർ പറയുന്നുണ്ട് ബ്ലൂ ലൈറ്റ് നമ്മളെപ്പോഴും നമ്മുടെ കണ്ണിനെ കൺഫ്യൂസ്ഡ് ചെയ്യിപ്പിക്കും. നമുക്കത് അങ്ങനെ അവസരം വന്നാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഭയങ്കര താങ്ങാൻ പറ്റത്തില്ല. ഈ തട്ടിപ്പിൽ വളരെ പുതിയൊരു തട്ടിപ്പാണ്. എന്തായാലും നേരത്തെ ഉള്ള തട്ടിപ്പാണ്. ഒരുപാട് പേര് ഇങ്ങനെ സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ ഇതിനെപ്പറ്റി കുറിച്ചതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ മലയാളികൾക്ക് ഒരുപാട് പേർക്ക് പരിചയം ഉണ്ടാകില്ല ഈ ഒരു തട്ടിപ്പിനെ പറ്റി. എന്തായാലും ലാലി മാം അങ്ങനെ ഒരു ഫേസ്ബുക്കിലൂടെ അതൊരു പോസ്റ്റായി ഇട്ടപ്പോൾ തന്നെ ഒരുപാട് പേര് ശ്രദ്ധിക്കുകയും ഇനി മുംബൈയിലേക്ക് പോകുന്നവർക്കൊക്കെ ഇതൊരു പാഠമായിരിക്കട്ടെ എന്നും ആഗ്രഹിക്കുകയാണ്. ക്യാമറാമാൻ അലോഷിക്കൊപ്പം സൈഫുനിസ അലിയാർ, ന്യൂസ് മലയാളം, കൊച്ചി.